അപ്പോൾ ഞാൻ ഈ ലോറ പറഞ്ഞ് അന്ന് പോയി കണ്ടത് 2 ലോറയാണ്. ഈ ലോറ കാണാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം വൈകുന്നേരം ഞാൻ എൻ്റെ ഫ്രണ്ട് ചേട്ടൻ്റെ ഫ്രണ്ട് അക്രബാൽ എന്ന് പറഞ്ഞു ആളുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോയിട്ട് ഇങ്ങനെ രാത്രി കണ്ടപ്പോൾ മെസ്സേജ് അങ്ങനെയാണ് ഈ ലോറ പറഞ്ഞ അടൂരുണ്ടെന്ന് പറഞ്ഞ് പോണത്. ഒരു കച്ചവടക്കാരുടെ കയ്യിലായിരുന്നു. അവനോട് ഞാൻ ഇവിടെ പോണതിന് മുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ചേട്ടാ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറ, ഞാൻ ഇവിടെ നിന്ന് വന്നാൽ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ആ വണ്ടിക്ക് ഈ പറഞ്ഞാൽ കുറേ പണികളുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ തന്നെ പറഞ്ഞു. ഈ പറഞ്ഞാൽ സ്റ്റിയറിങ്ങിൻ്റെ എന്ത് ചെയ്ത് അലൈൻമെൻറ്റ് ആയിട്ടില്ല ഇടിച്ചിട്ട്. അപ്പോൾ ആ സാധനം അങ്ങനെ പോണതിൻ്റെ പ്രശ്നം. അപ്പോൾ ഞാനത് ചോദിച്ചാൽ പറഞ്ഞു അങ്ങനെ പോയതാണെങ്കിൽ ഇനി അലൈൻമെൻറ്റ് അത് കിട്ടാൻ പാടായിരിക്കും എന്ന് പറഞ്ഞു, ഇടിച്ച വണ്ടിയാണെങ്കിൽ. പിന്നെ ഗിയർ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ട്, പിന്നെ അതിന് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബാക്കി ഞാൻ പകുതി മറന്നുപോയി, കാരണം എത്ര വണ്ടിയാണ് കടപ്പാടെ. അത് കാരണം പകുതി കാര്യങ്ങൾ ഓർത്തിരിക്കില്ല. അന്ന് തന്നെയാണ് മറ്റേ ലോറെ കണ്ടത്, നല്ല വണ്ടി കേട്ടോ. ആളൊരു നൈസ് ആളാണ്, ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ട് ഞാൻ ആളായിട്ട്, അർജുൻ ആളുടെ പേര്. അപ്പോൾ പിന്നെ ആളെനിക്ക് കുറേ വേറെ വെൻഡോയൊക്കെ നോക്കി തരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇങ്ങനെ ഒരു ചാഞ്ചാടി നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ജെറ്റ് എൻ്റെ മനസ്സിലുണ്ട് ഈ വണ്ടി. ഞാൻ ഈ കാണുന്നത് രാത്രി ഇരുന്ന് കാണുന്നത് വെച്ചാൽ ടോക്കിംഗ് ഗേൾസിൻ്റെ വീഡിയോ ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു ജെറ്റിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ എന്താ നമുക്കതിനോട് ഭയങ്കര ഇഷ്ടം തോന്നിപ്പോവും. പിന്നെ ഞാൻ അമ്മാനോട് ചോദിച്ചപ്പോൾ അവനൊരു ഓൾറെഡി ഒരു ജെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവനും പറഞ്ഞു അവൻ്റെ വണ്ടിക്ക് വലിയതായിട്ട് അങ്ങനെ പണികളൊന്നും ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം നല്ല വണ്ടിയായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തൃശ്ശൂർ പോയി ഞാനും ബസ്സിലും പോയിട്ടൊരു ജെറ്റ് എടുത്തുകൊണ്ടുവന്നൊരു കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന്.